ഹലോ ഗൈസ്, എന്തായാലും ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ച പോലെ തന്നെ അവിടെ ഞാൻ എൻ്റെ ആ സ്റ്റോറേജ് റൂം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഐറ്റംസൊക്കെ എടുത്ത് വെച്ച് കറക്റ്റായിട്ട് സ്റ്റോറേജ് റൂമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മരത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഫുഡ് സാധനങ്ങൾ ഇവിടെ, എൻ്റെ ടൂൾസൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. ഞാൻ ആരോന് വേണ്ടി മാത്രം ഒരു ലാർജ് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ ഓർസും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബക്കറ്റ് ഞാൻ അരട്ടോണ്ട് വെച്ചല്ല, അത് വെച്ചാണ് വെറുതെ. പിന്നെ ഇവിടെ ബ്ലോക്സും, ഏതെങ്കിലുമൊക്കെ ബ്ലോക്കും. പിന്നെ ഇവിടെ എൻ്റെ ഈ ട്രിമ്മും കുറച്ച് റെയർ ഐറ്റംസൊക്കെ കിട്ടുമ്പോൾ ഇതിൻ്റെ അകത്ത് വെക്കണം. പിന്നെ ആർമറുകളൊക്കെ ഇവിടെയും ഇവിടെ കയറ്റി വെക്കണം. പിന്നെ എൻ്റെ ബെഡ് ഞാൻ ഇത് അവിടെ നിന്ന് എടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്രാഫ്റ്റിംഗ് ടേബിളും ഈ ഫർണസും, അയ്യോ അത് പൊട്ടിച്ച് അറിയാതെ ഇപ്പം ശരി. ഇതെന്തായാലും ടൂൾസിൻ്റെ അകത്ത് വയ്ക്കാം. എന്തായാലും ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ ഇത്ര കാര്യങ്ങളാണ് ചെയ്തത്. ഇത്രയല്ല, ഇന്നലെ ഞാൻ ഇത് മൊത്തം ഒന്ന് റെഡിയാക്കി. പിന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് അധികം വീഡിയോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതും, അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയതുമില്ല. എന്തായാലും ഇന്ന് ഞാൻ എന്ത് ചെയ്യണം എന്ന് കുറേ നേരം ആലോചിച്ചിട്ട് ആ മോബ് ഫാമിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചു. പക്ഷേ മോബ് ഫാം ഇവിടെ വർക്കാവില്ല. കാരണം ഇത് ബെഡ്റോക്കാണ്. ബെഡ്റോക്കിൽ മോബ് സ്പോണിങ്ങിൻ്റെ റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് മോബ് ഫാം ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു. മോബ് ഫാം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. അതുണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതന്നെ ആരോ ഉണ്ടാക്കാൻ പിന്നെ വഴിയുള്ളതായി കോഴിയാണ്. ഇത് വലുതാവില്ല. ഞാൻ ഇതിന് ഈ ഒരു കോഴിക്ക് മാത്രം ആ ഗോൾഡൻ ഡാൻഡ് ലൈനോ ആ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് വലുതാവില്ല, അങ്ങനെയാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയായിരുന്നു. ഓ, ഈ ആടിനൊന്നും ഞാൻ പിടിച്ചല്ല. ഇത് ഞാൻ അവിടേക്ക് പോയപ്പോൾ, അയ്യോ ആ കോബിൾ സ്റ്റോൺ ജനറേറ്ററിൻ്റെ അവിടേക്ക് പോയപ്പോൾ തനിയെ സ്പോൺ ചെയ്താണ്. ഞാൻ ആ കാര്യം ഇപ്പോഴാണ് അറിഞ്ഞത്. അതേപോലെ ഏതൊക്കെ കോഴിയൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. ഈ ആടിനൊക്കെ ഞാനിപ്പോൾ അവിടേക്ക് പോയാൽ തന്നെ ഡീസ്പോൺ ആവും. ഓക്കെ, ഒരു മിനിറ്റ്, എനിക്കിനി പശുവില്ലേ? അതെ, എനിക്കിനി പശുവില്ല അവിടെ. ഞാൻ ഒരു പശുവിനെ അറിയാതെ കൊണ്ടുപോയി. നീ തൽക്കാലം ഇവിടെ നിനക്ക് മാത്രമാണ് ഞാൻ ആ ഗോൾഡൻ ലാൻഡിലേ വന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഞാൻ കുറച്ചും കൂടി ബ്ലോക്ക് മൈൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ പണിയൊന്നുമില്ല. കാരണം ഞാനിത് ഇങ്ങനെ പോയാൽ എനിക്ക് അടുത്തൊന്നും എവിടെ എത്താൻ പറ്റില്ല. ബ്ലോക്ക് കുറേ പൊട്ടിക്കുകയും വേണം. ഞാനപ്പോൾ കുറേ ആയിട്ട് ബ്ലോക്കൊന്നും പൊട്ടിക്കില്ല. എന്തായാലും ഇന്ന് പൊട്ടിച്ചു തുടങ്ങണം വീണ്ടും. ഒരു ആക്സും കൂടി എടുത്തിരുന്നെങ്കിൽ എൻ്റെ പണി കുറച്ചുകൂടി വേഗം തീർന്നേനെ. ഇന്നെന്തായാലും നമുക്ക് ഈ ബ്ലോക്ക് മൈനിങ്ങിൽ തന്നെ പോവാം. അതായിരിക്കും നല്ലത്. ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ആലോചിച്ചിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്കൊരു ആർമർ വേണം. ഈ ആർമർ എനിക്ക് ഇപ്പോഴത്തേക്കും വലിയ ആവശ്യമൊന്നുമില്ല. കാരണം ഈ ഒരു ഫെൻസ് ഉള്ളതുകൊണ്ട് ആർമറുടെ കാര്യത്തിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ സ്പോൺ ആവണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പോണാവും. ഇവിടെ തന്നെ ഞാൻ അമര തല്ലിക്കൊല്ലും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ആർമർ വലിയ ആവശ്യമില്ല. പക്ഷേ ആവശ്യം വരും. ഇപ്പം തൽക്കാലം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇന്ന് മോഫാമൊക്കെ റെഡിയാക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ അതൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും ചെസ്സിൻ്റെ അകത്ത് എന്താ നോക്കാം. ഓ, ഒരു നല്ല ലൂട്ടായിരുന്നു. എമറാൾഡ് കിട്ടി. എമറാൾഡ് നമുക്ക് ആവശ്യം വരും. നമുക്ക് എമറാൾഡ് നേരത്തെ കൊണ്ടുപോയി വയ്ക്കാം. ബ്ലോക്കൊക്കെ ഇപ്പോഴേ വെച്ചേക്കാം. എങ്ങാനും ഞാൻ താഴെ പോയാൽ ഈ ബ്ലോക്കൊക്കെ കൊണ്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് അത് വേണ്ട. നമുക്ക് ചെയിൻ്റെ ഹെൽമെറ്റ് തൽക്കാലം ഇടാം. നല്ല രസമുണ്ടല്ലോ. ഇതിവിടെ ഓക്കെ. ഇനി ഇത്
ഇങ്ങോട്ട് തുറന്ന ഇത് എടുത്ത് വെച്ച് ഇതിങ്ങനെ വെച്ചാൽ ഓക്കെ. വീണ്ടും മൈൻ ചെയ്യാൻ തുടങ്ങാം. എന്തായാലും ഇന്ന് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്കെൽട്ടൻ അയ്യോ അവനവിടെ നിന്ന് കത്തി തച്ചോളും. ഇത് എത്ര സ്പോണായത്? 3-4 എണ്ണം ഉണ്ടല്ലോ. ഓ അത്യാവശ്യം കിട്ടി. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി മൈനിങ്ങിലേക്ക് തന്നെ പോവാം തിരിച്ച്. ഇന്നത്തെ സ്കൈ ബ്ലോക്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ എയിമായി നമുക്ക് ഈ കേവ് ബയോം ഒന്ന് വിട്ട് പോകണം. അതാണ് ഇന്നത്തെ എൻ്റെ എയിം. നമുക്ക് കേവ് ബയോം ഒന്ന് വിട്ടു പോകാൻ പറ്റുമോ നോക്കാം. ഇന്നെങ്കിൽ മൈനിങ് തന്നെ ചെയ്യുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്താ പശു ഇത് ഒരുമിച്ച് സ്പോണായോ? വെക്കട വെടി എന്തേ പറ്റുന്നില്ലേ? വെടി വെക്കട തന്നെ. അടിപൊളി, അതും പൊട്ടി. നമുക്ക് കുറച്ച് വടി കഷ്ണം എടുത്തിട്ടേ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ടേബിൾ ഉടച്ചോണ്ട് എനിക്കിപ്പോൾ ലാഭമായി. നമുക്ക് ആക്സ് ഒന്ന് റെഡിയാക്കി തിരിച്ച് ഇവിടെ ഞാൻ ഇപ്പം എന്തിനാ ഇത് തുറന്നേ? ഇതല്ലേ ഇത് തന്നെ. ഇത് ഇതിൻ്റെ അകത്തോട്ടും വയ്ക്കുക, ബാക്ക് അടിക്കുക, ഇത് തുറക്കുക, ഇതിൻ്റെ അകത്ത് ഐറ്റംസ് വയ്ക്കുക. ഇപ്പോൾ കണ്ടോ ഒരു വൃത്തിയായിട്ടുണ്ട്. മുമ്പേ നമുക്ക് ഏതാണെന്നൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്നുകൂടി വൃത്തിയായിട്ടുണ്ട്. എനിക്കിതാണ് വേണ്ടത്. ഇതാണ് ഭംഗി, ബ്യൂട്ടിഫുൾ. ഇവിടെ ബ്ലോക്ക് കൂടി വയ്ക്കാം. കിടന്നുറങ്ങാമല്ലേ. എന്തെങ്കിലും ഞാൻ ഈ ബോൺ നമുക്ക് ആവശ്യമില്ല. ബോൺ മീലാണ് നമുക്ക് ആവശ്യം. അത് തൽക്കാലം റെഡിയാക്കിയിട്ട് ബോൺ മീൽ ഇവിടെയാണല്ലോ അല്ലേ, ഇവിടെ വയ്ക്കാം. മതി. പിന്നെ ഈ പശു അവനെ നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് തൽക്കാലം ഇതെടുക്കാം. ഫ്രെയിമിൽ നിന്ന് എടുത്തോണ്ട് പോവല്ലേ. വെയിറ്റ് എടുക്കുക, ഇങ്ങോട്ട് വരിക, ഇത് പിടിക്കുക, തുറക്കുക. അയ്യോ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരിക, ഇവിടെ നിൽക്കുക, ഇതിൻ്റെ മണ്ടിയിലോട്ട് ചാടിക്കറുക, നേരെ ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇതാ ഈ സംഭവം പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നാൽ മതി. അവൻ എൻ്റെ പിന്നാലെ വന്നോളും. അത്രേ ഉള്ളൂ. അയ്യോ ആ കോഴിക്കുഞ്ഞ് അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയോ? കുഴപ്പമില്ല, കുറച്ചുകൂടി ഫുഡ് എടുക്കായിരുന്നു. ഈ പൊട്ടറ്റോ ഒന്ന് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ പ്രതീക്ഷേനെക്കാട്ടിലും അടിപൊളിയാണ്. ഞാൻ മൈൻക്രാഫ്റ്റിൽ ഏറ്റവും യൂസ് ചെയ്യാത്ത സാധനങ്ങളിലൊന്നാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത്. ഇങ്ങനെ പോയാൽ നമുക്ക് ഫുൾ സെറ്റ് ആർമർ കിട്ടുമല്ലോ. വീണ്ടും മൈനിങ്ങിലേക്ക്. ഇന്നെന്തായാലും ഇത് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ഗൈസ് സമാധാനമായി, നമ്മളിതങ്ങനെ തീർത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അപ്പോഴത്തേക്കും അതാവുമ്പോഴേക്കും ഇവിടെ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാം. നല്ലൊരു ഐഡിയ. അതൊക്കെ സ്മെൽറ്റ് ചെയ്യാമല്ലോ ഇനി. എനിക്ക് നല്ലത് സ്മെൽറ്റ് ചെയ്യാം. ഇവിടെ വയ്ക്കുക, ഇതിങ്ങനെ വയ്ക്കുക.
പിന്നെ ഞാൻ ഒരു കാര്യം കൂടി കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അറിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫുഡിന് വേണ്ടി ഒരു ഫാം റെഡിയാക്കാൻ പോവുക. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പേ നമുക്ക് അടുത്ത ലെവൽ ഏതാണെന്ന് നോക്കാം. അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഓക്കെ, ഇതിവിടെ വരിക, ഇത് തുറക്കുക, ഇതിൻ്റെ അകത്തോട്ട് ഇത് വയ്ക്കുക, വീണ്ടും ഇങ്ങോട്ട് വരിക, തുറക്കുക, ഇതിൻ്റെ അകത്ത് വയ്ക്കുക, ഇതിൻ്റെ അകത്ത് വയ്ക്കുക. അത്രയുള്ള ആ കോള് നമ്മുടെ കയ്യിൽ വരുന്നോട്ടെ. ഓക്കെ, ഇപ്പം റെഡി. ഓ, 6 ആയിട്ടുണ്ട്. 6, 5, വേഗം ആവ്. അയ്യോ, വല്ല മോബ് സ്പോണായ പെട്ടുമല്ലോ. ഏയ്, ഇങ്ങനെ വരുമ്പോൾ സ്പോണാവില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. ഡീപ്പ് കേവ്. ഇപ്പം ഏതൊക്കെയാണ് മോബ് ഉണ്ടാവുക? ഓ, നമുക്കിനി ആക്സറോട്ടിലിന് കിട്ടും, ക്രീപ്പറിനെയും കിട്ടും. ബാറ്റ് എന്തിനാണാവോ? സ്ലൈം. ഈ ഒരു ഏരിയക്കകത്ത് ഒട്ടും സേഫല്ല. എൻ്റെ മനസ്സിപ്പോൾ പറയുന്നു ഈ ഏരിയ ഞാൻ ഒന്നുകൂടി വലുതാക്കണമെന്ന്. ഞാനത് കേട്ടില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ഞാനത് ചെയ്യാൻ പോവാം. ഞാൻ ഈ ഏരിയ വലുതാക്കാൻ പോവാ. കാരണം ആ സ്ലൈമിനെ, അവൻ്റെ വലിപ്പത്തിന് അവൻ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ആവില്ല. അപ്പം അവൻ പുറത്തോട്ട് ചാടും. അത് നമുക്കൊരു പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ വേഗം ഇതൊന്ന് പൊട്ടിച്ച് മാറ്റി ഒന്നുകൂടി വലിപ്പം വയ്ക്കുക. ഞാൻ ആ സ്ലൈം വന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിത് ചെയ്യണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു ഗേറ്റ് ഇവിടെ, ഇത് തുറക്ക്, ഒരു ഗേറ്റ് ഇവിടെ. എന്നിട്ട് ഈ ഒരു ഏരിയ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മൂടണം. ഇവിടെയും കൂടി, ഇവിടെ ഇങ്ങനെ. ഓക്കെ, കഴിഞ്ഞു. ഇനി ഇത് കൊണ്ട് തിരിച്ചു വയ്ക്കാം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അതിൻ്റെ പണിയിലേക്ക് പോകുന്നതിന് മുമ്പേ ആ ഫുഡിൻ്റെ കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ആ ഒരു സംഭവം ഉണ്ട്, എന്തായിരുന്നു പേര്, ഫ്ലെയിമോ എന്തൊരു സാധനം, ആ ക്യാമ്പ് ഫയർ. ആ സംഭവത്തിൽ നമുക്ക് ഈ ഫ്യൂവൽ ഇല്ലാതെ തന്നെ റൺ ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നത് കുറേ ഉണ്ടാക്കാൻ പോവാം. കാരണം നമുക്കത് നിറച്ചാവശ്യമിട്ട് ഒരു 5 ഇരിക്കട്ടെ. 5 ഇങ്ങനെ നിരത്തി വയ്ക്കാം. ഓക്കെ. പിന്നെ ഗൈസ്, ഞാൻ സുധി അണ്ണൻ്റെ വീഡിയോസ് ഞാൻ കാണലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കൂടി ഞാനിത് കണ്ടതുകൊണ്ടാണ് ഇന്ന് അത് റെഡി ആക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ക്യാമ്പ് ഫയർ ഇപ്പം തന്നെ നമുക്ക് റെഡിയാക്കാം. ഇതൊന്ന് തുറക്കുക. ഈ ഐറ്റംസ് നമുക്ക് വുഡും വേണമെന്ന് തോന്നണേ. ലോഗ് വേണമെന്നാണ് തോന്നണേ. നോക്കി വെക്കാം. അയ്യോ, സ്റ്റിക്ക് വേണോ? എനിക്ക് ഇതിന് സാധാ ലോഗ് വേണ്ടേ? ഓക്കെ, നമുക്ക് 5 ആയിട്ടുണ്ട്. 1, 2, 3, 4, 5. ഈ 5 വയ്ക്കാൻ നമുക്കിതൊരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോമിന് നമുക്ക് ഇപ്പം തന്നെ റെഡിയാക്കാം. ഇവിടേക്ക് വരിക. ഓക്കെ, ഇത് കുറച്ച് മെയിൻ ചേർക്കാം. അല്ല, ഞാൻ തന്നെ കഷ്ടപ്പെടണം. അവിടെ കുറച്ച് ഇരിക്കണ്ടല്ലോ കുറച്ച്. അവന് ഒരു ഹാൻഡ് ഇറങ്ങുന്നുണ്ട് വയസ്സ്. നല്ല എന്തെങ്കിലും ട്രേഡ് ചെയ്താൽ മതിയായിരുന്നവൻ. ഇൻവിസിബിലിറ്റീൻ്റെ പോഷൻ. ഒരു ബക്കറ്റ് പാലിന് അവർ 2 എമറാൾഡ് തരും. അത് നല്ല ട്രേഡല്ല. ഇമ്മാരിവിടെ തന്നെ അല്ല, വേണ്ട, അവിടെ ഇരിക്കട്ടെ. തനിയെ ഡിസ്പോൺ ആയിക്കോളും. ബ്ലോക്ക് എവിടെ? ബ്ലോക്ക്. ആ, ഇത് മതിയല്ലോ, ധാരാളം കിട്ടി. കുറച്ച് സ്ലാബ് ആക്കുക. ഒക്കെ മതി. ഇത് മതി, ഇത് ധാരാളം. എന്നിട്ട് ഇങ്ങോട്ട് വരിക.
ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക. ലെയർ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരിക, ഇതിങ്ങനെ വെച്ച് പ്ലേസ് ചെയ്ത് വരിക. ഓക്കെ, ഇനി ഇങ്ങോട്ട് തിരിച്ചു. അത്രയ്ക്കും വലുപ്പമൊന്നും വേണ്ടതിന്, എന്നാലും ഇരിക്കട്ടെ. ഈ ബ്ലോക്ക് കൂടി മതി, ഇതും കൂടി മതി. ഓക്കെ, കഴിഞ്ഞു. ഇനി ആ ക്യാമ്പ് ഇവിടെ ആയിട്ട് വയ്ക്കാം. ജസ്റ്റ് കണ്ടിന്യൂ, ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചോടുക. അവിടെ കൂടെ വെച്ചാൽ ഓക്കെ. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം, ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം, ഇവിടെ ഇങ്ങനെ ഒരു സ്ലാബും വെക്കണം. അതെന്തിനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇനി ഞാൻ ഇതിനെ മണ്ടേ കയറിയിട്ട് എനിക്ക് ഡാമേജ് കിട്ടുന്നുള്ള പേടി വേണ്ട. ഒരു നല്ല ഒരു ഐഡിയ ആണല്ലേ, ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കൈവരിയും കൂടി വെച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ നേരെ ചെന്ന് ചാടുന്നത് ആ വോയിഡിലായിരിക്കും. അത് വേണ്ട. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അയ്യോ ഈ ഇവിടം വരെ, അയ്യോ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടിട്ട് സെറ്റ്. അങ്ങനെ എനിക്കൊരു ഫാം റെഡി ആയിട്ടുണ്ട്, ക്യാമ്പ് ഫയർ ഫാം. അതായത് നമുക്കിനി ഫുഡൊക്കെ ഇതിൽ കുക്ക് ചെയ്യാം. അതിനെന്തായാലും ഇങ്ങോട്ട് വരാം, രാത്രിയല്ല, കിടന്നുറങ്ങാം. ഇന്നിനി മൈൻ ചെയ്യാൻ തുടങ്ങണോ? അതാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്, മൈൻ ചെയ്യാൻ തുടങ്ങണോ വേണ്ടയോ എന്ന്. നമുക്കെന്തായാലും നമ്മുടെ ബ്ലോക്സൊക്കെ എടുത്തിനകത്ത് തന്നെ വയ്ക്കാം തിരിച്ച്. ടോർച്ച് ഉണ്ടല്ലേ കയ്യിൽ, അത് കൊണ്ടുപോയി വെക്കണം അവിടെ. ടോർച്ച് എന്തിനാ അവിടെ, ക്യാമ്പ് ഫയർ ഇരിക്കല്ലേ, ടോർച്ച് ഇതിൻ്റെ അകത്തിരിക്കാം. അത് മതിയാവും. ഇന്നിനി വേറെ എന്തെങ്കിലും ചെയ്യണോ? വെറുതെ മൈനി തുടങ്ങാല്ലേ, എന്തായാലും ഇവിടെ വെറുതെ ഒക്കെയല്ലേ, മൈനി തുടങ്ങിയില്ല. ഓനോ പെട്ടു പെട്ടു പെട്ടു, അവൻ ചാവില്ല അപ്പോൾ ഞാൻ പെട്ടു. നീ അവിടെ തന്നെ നിൽക്കുക, ഞാൻ പറയാം. അവ സ്പോണാവാൻ കണ്ട സമയം എൻ്റെ കഷ്ടകാല സമയം. നമുക്ക് നേരെ പോയി അവനെ പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവൻ വെള്ളത്തിൻ്റെ പുറത്ത് വന്നുകൊണ്ട് ഡ്രൗണായി ചാവും. എവിടെ? ഓ അതാ സംഭവം. ഇതാണ് റയറസ്റ്റ് ആക്സിലോട്ടിൽ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതാണോ ആവോ. പക്ഷെ ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ട്, ഇവനെ എന്ത് ചെയ്യും? ഇവിടെ ഒഴിക്കാൻ പറ്റില്ല, കാരണം അവനെ കാണാൻ ആവേശം തട്ടിയാൽ തീരുമാനമായി. നമുക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സിന് കിട്ടണം, അല്ലാതെ ഒരു വഴിയില്ല മുമ്പോട്ട്. അതിൻ്റെ വഴി നമുക്കിപ്പോൾ തന്നെ നോക്കാം. മൈൻക്രാഫ്റ്റ് എന്തെങ്കിലും എവിടെയൊക്കെ തന്നിട്ടുണ്ടാകും, വെച്ചിട്ടുണ്ടാവും ഉറപ്പാ. നോക്കുക, ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് എങ്ങനെ ഉണ്ടാക്കാം? എനിക്ക് തോന്നുന്നു എനിക്കറിയാമെന്ന് എങ്ങനെയാന്ന്. ശരി, നല്ല വഴിയാണെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ചെയ്യാം. വർക്കാവേണ്ടതാണ്. ഒരു ബോട്ടിലും കൂടി നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ബോട്ടിൽ ഉണ്ടാക്കാൻ ഐറ്റംസ് ഇല്ല.
അവൻ ബോട്ടിൽ ട്രേഡ് ഉണ്ടാവോ? പോയിട്ടില്ല. ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട് വരാൻ. വരുന്നില്ല. എങ്കിൽ അവൻ അങ്ങോട്ട് പോയി കാണാം. നീ നിൽക്കവിടെ. അവൻ 5 എമറാൾഡിനെ ട്രേഡ് ചെയ്യുന്നുള്ളൂ. നമുക്കിത് വാങ്ങിക്കേണ്ടി വരുമോ? പക്ഷെ ബക്കറ്റ് കളയാൻ എനിക്ക് താല്പര്യമില്ല. ഇവന്മാരെ തട്ടാനും പറ്റും. എൻ്റെ അടുത്ത് എമറാൾഡ് ഉണ്ടല്ലേ. നമുക്ക് തൽക്കാലം എമറാൾഡ് യൂസ് ചെയ്യാം ഗൈസ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഇപ്പം തന്നെ റെഡിയാക്കാം. ഈ പോഷൻ അങ്ങോട്ട് വാങ്ങിച്ച് തിരിച്ചിങ്ങോട്ട് വന്ന് എൻ്റെ 5 എമറാൾഡ് പോയി. അത് കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു കോളർ ഉണ്ടാക്കുക, അതെൻ്റെ കയ്യിൽ ഓട്ടെടുക്കുക, എന്നിട്ട് ഈ ഇൻവിസിബിലിറ്റിൻ്റെ പോഷൻ കുടിക്കുക. ഞാൻ ഇപ്പം ഇൻവിസിബിൾ ആയിരിക്കുമല്ലോ, എന്നെ ആർക്കും കാണാൻ പറ്റില്ല. അടിപൊളി, ഇത് കൊള്ളാം. ഞാൻ എൻ്റെ ആർമറും കൂടി വരികയല്ലോ. ഒരു ഐറ്റം എൻ്റെ ഇൻവെന്ററിയിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം. എന്നെ ഇപ്പം ആർക്കും കാണാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യട്ടെ. ബാക്കി ഒരു ബ്ലോക്ക് കൂടി എനിക്ക് വേണമായിരുന്നു. ഒറ്റ ബ്ലോക്ക് കിട്ടി. അത് മതി. ഇനി ഇതിങ്ങനെ വയ്ക്കുക, ഇവിടെ ഒരെണ്ണം വയ്ക്കുക, ഇവിടെ ഒരെണ്ണം വയ്ക്കുക. ഈ ആക്സിലോട്ടിലിനെ അങ്ങോട്ടെടുത്ത് വയ്ക്കുക, ഇതിവിടെ വയ്ക്കുക. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ യെസ്, നമുക്കിപ്പോൾ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് റെഡി. പോകരുത്. ഇവിടെ എവിടെയോ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ആ വെള്ളം ഒന്ന് എടുക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെയാണ്. അല്ലേ, എവിടെയാണോ? കിട്ടി. ഇനി ഇത് പിടിച്ചു പറ്റാം. അങ്ങനെ ഇതാ ഞാൻ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് റെഡിയാക്കി. ഒരു നഷ്ടമാണോ ലാഭമാണോ എന്നറിയാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ വയ്ക്കാം തൽക്കാലം. ഇതിവിടെയും വയ്ക്കാം. കഴിഞ്ഞു. ഇനി ഈ കുപ്പി എടുത്ത് ഇതിൻ്റെ അകത്തും വയ്ക്കാം. പിന്നെന്താ ഇപ്പോൾ ഈ ഫുഡ് കഴിയുന്നുണ്ടോ? ഫുഡ് ആവശ്യം വരുന്ന സാധനമല്ലേ. ഈ കോപ്പറും അയണും ഒക്കെ അതിൻ്റെ അകത്തിരിക്കട്ടെ. എമറാൾഡ് ഇരുന്നോട്ടെ, അയണും ഇരിക്കട്ടെ. പിന്നെ ഇപ്പം എന്താ വയ്ക്കാനല്ലേ? ഇതിൻ്റെ അകത്തായിരിക്കും അല്ലേ. ഈ മുട്ട 2 എണ്ണം നമുക്ക് വെറുതെ അങ്ങോട്ട് അറിയാം. ഒന്നും കിട്ടിയില്ല. ഗുഡ്. ഒരു ഐഡിയ കുടിച്ച് ഇപ്പം തന്നെ നമുക്ക് ആ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് അങ്ങ് റെഡിയാക്കിയേക്കാം. അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് നടക്കണം. ആ ടൂൾസ് ഇവിടെ നമുക്ക് ശവല് വേണമായിരുന്നു. നമ്മളവിടെ ആ ഒരു ഇടം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതോട്ടി ആർമർ ഇട്ടേക്കല്ലേ. വെറുതെ എന്തിനാ ഉപയോഗിക്കണേ. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എവിടെ പോയി വയ്ക്കുക? നമുക്കത് ആവശ്യം വരുന്നുണ്ട്. ഇവിടെ തന്നെ വയ്ക്കുക. ഇതൊരു നല്ല ഇടമായിട്ട് എനിക്ക് തോന്നി. അവിടെ തന്നെ മതിയാവുമല്ലോ അല്ലേ? അവിടെ തന്നെ മതി. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഈ ബ്ലോക്ക് വയ്ക്കണം. ഇത് മൂടുക. ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് കയ്യിലോട്ടെടുക്കുക. ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക, ചുറ്റിച്ചെടുക്കുക. ഇവിടെ തന്നെ അല്ലേ?
ആ 2 ബ്ലോക്ക് കൂടെ തന്നെ. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുക. എന്നൊരു ബക്കറ്റ് അല്ല, തെറ്റി. ഇങ്ങനെയല്ല. നമുക്ക് ഇങ്ങോട്ടും കൂടി കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു. ഇപ്പം ശരി. ഇപ്പം ശരി. അവൻ തൽക്കാലം പുറത്തിറക്കണ്ട, കാരണം ഡേഞ്ചറാണ്. ഓക്കെ, അങ്ങനെ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ദേ ഞാൻ അവിടെ റെഡിയാക്കി. ഞാൻ പ്രതീക്ഷിച്ചിട്ട് എത്ര വേഗം എനിക്കത് കിട്ടുന്നു. ഇവനെ തൽക്കാലം കൈക്കൊണ്ട് നടക്കേണ്ട, അത് ഡേഞ്ചറാണ്. നമ്മുടെ റെയർ ഐറ്റംസിൻ്റെ ഒപ്പം ഇരിക്കട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ എനിക്കൊരു പേടിയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് കിട്ടുന്ന ഭാഗ്യമുണ്ട്. ഇതതിൻ്റെ അകത്തിരിക്കട്ടെ, ഇതിൻ്റെ അകത്ത് വെള്ളം എടുക്കട്ടെ. നമ്മളൊരു കാര്യം നശിപ്പിച്ചിടുമ്പോൾ വൃത്തിയാക്കി വെക്കാൻ പഠിക്കണം. ഞാൻ എന്തിനാ പറഞ്ഞതെന്നല്ലേ, നമ്മൾ ആ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ നശിപ്പിച്ചിട്ടാണ് നേരെയാക്കാൻ മറന്നുപോയി. ഓക്കെ, ഇനി എനിക്ക് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും ഇല്ല. ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ്. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും നല്ലൊരു എപ്പിസോഡാണ്. ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഇവിടെ റെഡിയാക്കി. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഫ്യൂവൽ ഇല്ലാതെ റൺ ചെയ്യുന്നൊരു കുക്കിംഗ് ഏരിയ റെഡിയാക്കി. പിന്നെ നമുക്ക് ഇതാ ഒരു ആക്സിലോട്ടിനെ കിട്ടി. ഈ പൊട്ടനായിട്ട് ട്രേഡ് ചെയ്യാനും പറ്റി. പിന്നെ മൂക്ക് ഇവനെ തൽക്കാലം കൊല്ലാം. ആ ലെതർ നമുക്ക് ആവശ്യം വരും. ഇവന്മാരെയൊക്കെ കൊന്നേക്കാം. ഇവനും കൂടി കൊല്ലാം. ഇനി ഇവനും കൂടി. ഇവന്മാരെ കൊന്നാലേ പിന്നെ വേറൊരെണ്ണം സ്പോണാവും. അതുകൊണ്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത്യാവശ്യം നല്ലൊരു എപ്പിസോഡാണ്. നല്ല എപ്പിസോഡാണ്. ഞാൻ പ്രതീക്ഷേനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ ഇന്നൊറ്റ ദിവസം കൊണ്ട് നടന്നു. ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഞാൻ പ്രതീക്ഷിക്കാത്ത എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, ഒരു പോസിറ്റീവ് എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചോട്ടെ. ഇതിൻ്റെ അകത്തിരിക്കട്ടെ. ടൂൾസിൻ്റെ അകത്ത് ഇത് കൂടെ ഒന്ന് എടുത്ത് വെച്ച് ഇനി നമുക്കൊരു ക്വിറ്റ് ബൈ പറയാം. അപ്പോൾ എന്നെ കാണുന്നില്ലല്ലേ നിങ്ങൾക്ക്? അവിടെ ഉണ്ട്. അന്നേരം എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.